ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു റീഡിങ്ങിലൂടെ എന്തോ ഒരു മഹത്വപൂർണ്ണമായിട്ടുള്ള മെസ്സേജ് ദൈവം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ റീഡിംഗ് എന്ന് നോക്കാം നമുക്ക്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനെ സന്തുഷ്ടമാക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഒരു ട്രസ്റ്റ് എപ്പോഴും ദൈവത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകണം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്ത് കാര്യം ആയിട്ടാണോ ഇത്ര പേടി ഉള്ളത്, ഭയങ്കര ആദിയുണ്ട്. ആ ഒരു ആദി ഇങ്ങനെ വച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. കാരണം BP ഒക്കെ പെട്ടെന്ന് കയറുന്ന ഒരു ഇതാണ് ആദി പിടിച്ചാൽ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ആദി എന്താണോ അത് മാറ്റുക. ലൈഫ് റിലേറ്റഡ് ആയിട്ട് ദൈവത്തിലെല്ലാം അർപ്പിക്കുക. എന്നിട്ട് വിശ്വാസം വയ്ക്കുക ദൈവത്തിൽ, എൻ്റെ ദൈവം എല്ലാം മാറ്റിത്തരുമെന്ന്. അതുകൊണ്ട് ഇങ്ങനെ എന്ത് കാര്യമായിക്കൊള്ളട്ടെ ആ ഒരു ആദി നിങ്ങൾ മാറ്റുക. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ആരോഗ്യം റിലേറ്റഡ് ആയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ആരോഗ്യം റിലേറ്റഡ് ആയിട്ടോ എന്തോ ഒരു കാര്യം നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ട്. അത് നിങ്ങൾ മാറ്റൂ. നിങ്ങൾ ആ ഒരു ആദ്യം മാറ്റൂ. നിങ്ങൾ ഇവിടെ പുറമേ നിങ്ങൾ എത്ര തന്നെ നിങ്ങളുടെ എനർജിയെ ബാലൻസ് ആക്കി വയ്ക്കാൻ ശ്രമിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇൻബാലൻസ് എനർജിയിലാണ് ഉള്ളത്. ഇവിടെ ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾക്ക് ഫീൽ ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്ത് കാര്യമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഹൃദയം റിലേറ്റഡ് ആയിട്ട് ഹൃദയത്തിലെ ആ ഒരു വേദന എന്തായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ വേദന, നിങ്ങളുടെ ആ ഒരു പ്രശ്നം അത് ഒട്ടും തന്നെ സുരക്ഷിതമല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വിഷമിക്കേണ്ട, പൂർണ്ണമായിട്ടും സുരക്ഷിതമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ആരുടെയെങ്കിലും ആരോഗ്യം റിലേറ്റഡ് ആയിട്ട്, ആയുസ് റിലേറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി പൂർണ്ണമായും സുരക്ഷിതനാണ് അല്ലെങ്കിൽ സുരക്ഷിതയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു മുറിവ് നിങ്ങൾക്ക് ഉണ്ടായി, വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ആ ഒരു മുറിവ് തന്നെ ഉണ്ടാകും എന്നുള്ള പേടിയാണ് നിങ്ങൾക്ക്. നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെ ചിന്തിക്കാൻ പോവരുത്. കാരണം അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കത്തില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത്? ഇവിടെ നിങ്ങൾ ഇത്രമാത്രം ദുഃഖം അനുഭവിച്ചത് കൊണ്ട് തന്നെ വീണ്ടും ഇനി നിങ്ങൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നുള്ള പേടിയാണ് നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് ബാഡ് ഫീൽ ആവുകയാണ്. അങ്ങനെ ഒരിക്കലും ബാഡ് ഫീൽ ആകരുത് നിങ്ങൾ. ഇവിടെ മുന്നോട്ട് നിങ്ങളുടെ മനസ്സിൽ എന്ത് രീതിയിലുള്ള ചോദ്യം വന്നാലും നിങ്ങൾ ഏഞ്ചൽസിനോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് ഹെൽപ്പ് ചോദിക്കുക. ദൈവമേ, എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചോദ്യം വന്നിരിക്കുകയാണ്, അതിൻ്റെ ഉത്തരം എന്താണെന്ന് എനിക്ക് ഏതെങ്കിലും മാർഗത്തിൽ അങ്ങ് പറഞ്ഞു തരണം. അങ്ങനെ ചോദിക്കുക നിങ്ങൾ. ഇവിടെ നിങ്ങൾ എന്ത് ആഗ്രഹമാണോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കൂ, നിങ്ങളുടെ ആ ഒരു ഹെൽപ്പ് എന്ത് വേണമെങ്കിലും ഈശോനോട് നിങ്ങൾ ചോദിക്കൂ. ഇത് നല്ല രീതിയിലുള്ള ഹെൽപ്പാണ് നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കാൻ പോകുന്നത്, അല്ലാതെ മോശം രീതിയിലുള്ള ഹെൽപ്പല്ല. അതായത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽപ്പായിരിക്കും, പക്ഷെ അത് നല്ല രീതിയിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് പേടിയാകുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ എന്തോ മോശം സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ ആയാലും നിങ്ങൾ ദൈവത്തിനോട് ഹെൽപ്പ് ചോദിക്കൂ. ദൈവം അതിനുള്ള മാർഗം ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് തരുന്നതാണ്. അതായത് പെട്ടെന്ന് ഒരു കാര്യം മനസ്സിൽ വന്നു, അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് ദൈവത്തിനോട്, ഇതെങ്കിലും എനിക്ക് തരുമോ ദൈവമേ? കാരണം എന്തൊക്കെ ഞാൻ ആഗ്രഹിച്ചു അതൊന്നും എനിക്ക് ലഭിച്ചില്ല, ഇതെങ്കിലും എനിക്ക് തരുമോ ദൈവമേ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കുന്നതോ അതൊന്നും ഇഷ്ടമില്ല. നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ കമ്പനി മാത്രമാണ് ഇഷ്ടം. അങ്ങനെ ഒരു ഭാവത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ബൗണ്ടറിക്കകത്ത് നിങ്ങൾ ആരെയും കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് സ്വയം നിങ്ങൾ മാത്രം മതി. ഇപ്പോൾ നിങ്ങൾ എല്ലാവരുമായിട്ടും ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഭാവത്തിലാണ് ഉള്ളത്. അതായത് നിങ്ങളെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും നിങ്ങളെ ചതിക്കുന്നു. അതുകൊണ്ട് കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. അങ്ങനൊരു അവസ്ഥയിലാണ് നിങ്ങൾ. കുറച്ച് നിങ്ങൾ ഒന്ന് വീണ്ടും നേരെ ആവാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ഇതേ സെയിം സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ വീണ്ടും പെട്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് ആൾക്കാരുമായിട്ട് മിങ്കിളായി നല്ലതായിട്ട് വരുമ്പോൾ വീണ്ടും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഇവിടെ എല്ലാം വിട്ട് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാം, ഒറ്റയ്ക്ക് ജീവിക്കാം, എവിടെയെങ്കിലും മലയുടെ മുകളിൽ പോയി കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം, അങ്ങനെയൊക്കെ തോന്നുന്ന ഒരവസ്ഥ. പക്ഷേ എങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു വ്യക്തി റിലേഷൻഷിപ്പ് ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. അവർക്ക് അവരുടെ ആ ഒരു ബന്ധങ്ങൾ അവരൊക്കെ വിട്ട് ഒരിക്കലും അവർക്ക് പോകാൻ പറ്റില്ല.
അതായത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്കെൻ്റെ സ്വന്തക്കാരെ ആവശ്യമുണ്ട്, അവരില്ലാതെ എനിക്ക് പറ്റത്തില്ല, അവരെ എനിക്ക് വേണം എന്നുള്ള തോന്നൽ വീണ്ടും വരും. ഇതെല്ലാം ചിന്തിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു ചിന്ത വരുന്നത്. അതായത് ദൈവമേ എനിക്ക് ഈ ഒരു സന്തോഷം താ ദൈവമേ, എനിക്ക് ഈ ഒരു കാര്യം മാത്രം താ ദൈവമേ, വേറെ ഒന്നും വേണ്ട, എനിക്കിത് മാത്രം മതി എന്നുള്ള ആ ഒരു തോന്നൽ വരുന്നത്. അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ അങ്ങനെയുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ആവുന്നത്, നമ്മൾക്ക് വിഷമം തരുന്ന രീതിയിലുള്ള സ്ഥിതികൾ. അതായത് നമ്മൾ എന്തിനു വേണ്ടിയാണോ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം നടക്കാതെ വരുന്നു. നിങ്ങളിപ്പോൾ ജോബിൻ്റെ പിറകെ പോവുകയാണ് എങ്കിൽ ജോബ് ലഭിക്കാത്ത അവസ്ഥ, നിങ്ങളിപ്പോൾ സ്കോളർഷിപ്പ് എഴുതി പക്ഷേ സ്കോളർഷിപ്പ് കിട്ടാത്ത അവസ്ഥ. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ച് അതിൻ്റെ പിറകെ പോകുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് പരാജയമായിരിക്കും. ചില ആൾക്കാർക്ക് വിജയം ലഭിക്കും, പക്ഷേ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പോയിന്റ് വരും, നമ്മൾ വിഷമിക്കുന്ന രീതിയിലുള്ള ആ പോയിന്റിൽ പിടിച്ച് നമ്മൾ വിഷമിക്കാൻ തുടങ്ങും. ഇവിടെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഹെൽപ്പായാലും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഹീലിംഗ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ വ്യക്തിയുടെ ആ ഒരു വാക്കുകളിൽ നിങ്ങൾക്ക് ഹീലാവാൻ സാധിക്കുന്നു. ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നവരായിരിക്കാം. ഏതെങ്കിലും രീതിയിലൊരു വ്യക്തി നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളെ ഹീൽ ചെയ്യുന്ന ഒരു വ്യക്തി എപ്പോഴും നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മക്കളും ആയിരിക്കാം, ചില ബന്ധങ്ങളിൽ മക്കളായിരിക്കാം നമ്മളെ ഹീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ കൂട്ടുകാരോ കൂട്ടുകാരികളോ ആയിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ, അതായത് എനിക്ക് ആരോടും സംസാരിക്കേണ്ട, എനിക്ക് ഒറ്റയ്ക്കിരുന്നാൽ മതി എന്നുള്ള തോട്ട്സ് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ആക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇത് കൊള്ളാം, നല്ലതായിട്ട് ആണ് ഉള്ളതെന്ന്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു കാര്യം നല്ലതല്ല, തെറ്റാണ് എന്ന്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ അതിൽ നിന്നും മാറാൻ ശ്രമിക്കുക. ഇവിടെ കുറച്ചൊന്ന് സ്വയം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ ഈ ഒരു പ്രശ്നം ഒന്നും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരിക. ചിലപ്പോൾ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ദൈവം പറഞ്ഞു വിടും. പക്ഷേ ആ ഒരു ഹെൽപ്പ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ പിന്നെ നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് വരും? നമ്മൾ ഒറ്റപ്പെട്ട് ഇങ്ങനെ ആരോടും സംസാരിക്കാതെ ഒറ്റപ്പെട്ട് ഇരിക്കുമ്പോൾ ആയിരിക്കും ദൈവം വിചാരിക്കുന്നത് ഇവരെ ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം, അതിന് വേണ്ടി എന്തെങ്കിലും മാധ്യമം യൂസ് ചെയ്യാമെന്ന്. അങ്ങനെ എന്തെങ്കിലും മാധ്യമം യൂസ് ചെയ്യുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലൊരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ ഒരു ഹെൽപ്പിനെ നിങ്ങൾ ഉറപ്പായിട്ടും സ്വീകരിക്കുക. ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ടെൻഷനും നിങ്ങൾ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ശരിയായിട്ട് തന്നെ പോകും. പിന്നെ എന്തിന് നിങ്ങൾ വിഷമിക്കണം? ഇവിടെ സമയം മാറുന്ന അനുസരിച്ച് നമ്മുടെ ലൈഫിൽ പല മാറ്റങ്ങളും വരുന്നതാണ്. ഇവിടെ ഓരോ ആൾക്കാരുടെയും ഗ്രഹനില എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രഹങ്ങളുടെ ആ ഒരു ഗോചാരം നടക്കുന്ന സമയമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി അതിൽ നിന്ന് മാക്സിമം പുറത്ത് വരാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള ഒറ്റപ്പെടലായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ബ്രൗൺ കളർ നിറമുള്ള ഡോഗുകൾക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ യെല്ലോ നിറമുള്ള വസ്ത്രങ്ങൾ കൂടുതലായിട്ട് ധരിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ യെല്ലോ നിറത്തിലുള്ള കർച്ചീപ്പെങ്കിലും കയ്യിൽ വച്ചെന്നാൽ മതി. കാരണം ഇങ്ങനെയുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ മാനസിക ശാന്തിയെ തന്നെ ഇല്ലാതാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന്. യെല്ലോയും വൈറ്റും കോമ്പിനേഷൻ വരുന്ന വസ്ത്രങ്ങൾ കൂടുതലായിട്ട് ധരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യെല്ലോ നിറത്തിലുള്ള നെയിം പോളിഷ് യൂസ് ചെയ്യാം. യെല്ലോ നിറത്തിലുള്ള നമ്മുടെ ആ ഒരു ഷോളില്ലേ, യെല്ലോ നിറത്തിലുള്ള പാൻറ്റ് അത് യൂസ് ചെയ്യാം. ഇല്ല എങ്കിൽ യെല്ലോ നിറത്തിലുള്ള തലയിലിടുന്ന ബാൻഡ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ടും യെല്ലോ കൂടുതലായിട്ടും നിങ്ങൾ കളർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് യെല്ലോ കളർ കൂടുതലായിട്ടും നിങ്ങളുടെ ചുറ്റിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. ഇവിടെ ഹീലിംഗ് ദൈവത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടുന്നു, പക്ഷേ നിങ്ങൾ ആ ഒരു ഹീലിംഗ് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെ സമയം വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ മാറുന്നതാണ്. പക്ഷേ നിങ്ങൾ വാശിയോടെ ഇരിക്കുകയാണ്, ഞാൻ മാറാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ. നിങ്ങൾ മാറാൻ തയ്യാറായേ പറ്റത്തുള്ളൂ.
അതായത് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി കുറച്ച് മോശം രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വ്യക്തി ഇത്രമാത്രം ആഗ്രഹിച്ച ഒരു കാര്യത്തിന് വേണ്ടി ആ ഒരു കാര്യം അവരുടെ ലൈഫിൽ വരാൻ പോകുകയാണ്. പക്ഷെ ആ ഒരു കാര്യം വരാൻ അവർ സമ്മതിക്കുന്നില്ല, അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മാറ്റം എൻ്റെ ലൈഫിൽ വേണ്ട എന്നുള്ള രീതിയിലിരിക്കുന്ന സ്വഭാവം. അതുകൊണ്ട് കുറച്ച് ഈ ഒരു എനർജിയിൽ നിങ്ങൾ മാറ്റം വരുത്തേണ്ടതാണ്. നമ്മൾ മുന്നേ ഒരു സന്തോഷത്തിൻ്റെ പിറകെ പോയി. പക്ഷേ ആ സന്തോഷം നമ്മുടെ ലൈഫിൽ തിരികെ വരുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ വീണ്ടും ഞാൻ പറയുകയാണ്, സമയം ആർക്കും ഒരു അവസരം വീണ്ടും തരത്തില്ല. സമയം എപ്പോഴാണോ നമ്മുടെ ഫേവർ ആവുന്നത് അപ്പോൾ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നല്ലതാവുകയുള്ളൂ. സമയം പിന്നെ നമുക്ക് ഫേവർ ആവാതെ പോയാൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ആ ഒരു സന്തോഷത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക. ഇവിടെ ഹീലിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചക്രാസ് ബാലൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഉള്ള പല രീതിയിലുമുള്ള ചക്രാസ് ബാലൻസിങ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കളറിൻ്റെ ആധാരത്തിൽ പല രീതിയിലുമുള്ള സൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരു സമയം ഒരു കളർ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാം, പിറ്റേ ദിവസം വേറൊരു കളറായി കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില സമയം നിങ്ങളുടെ ആ ഒരു സ്ഥിതികളെല്ലാം ബാലൻസ് ആയിട്ട് തോന്നും. പക്ഷേ ചില സമയം സ്ഥിതികളെല്ലാം നിങ്ങൾക്ക് വിരുദ്ധമായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ദൈവമേ എന്ത് പറ്റി, ഇതെന്താ ബാലൻസിൽ വരാതെ ഇങ്ങനെ എനിക്ക് വിരുദ്ധമായിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്ന്. അതായത് കുറച്ച് എനർജി ലോയിലോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് പോകും. ചില സമയം ഹൈ ആയിട്ട് പോകും, ചില സമയം ലോയിലോട്ട് പോകുന്ന ആ ഒരു എനർജി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ അവേക്കനിങ് പ്രോസസ്സിൽ കൂടെ നിങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് നിങ്ങൾക്ക്. എപ്പോഴാണോ ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം ഒരുമിച്ച് അതായത് ഒന്നിന് പിറകെ ഒന്നായിട്ട് വന്നത്, അതിനുശേഷം നിങ്ങളുടെ തലയിലൊരു ഭാരം, എപ്പോഴും അസുഖം, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടായാലും നിങ്ങളുടെ ആ ഒരു എനർജി റിലേറ്റഡ് ആയിട്ടായാലും എല്ലാം ഒരു ഇംബാലൻസ് നിങ്ങൾക്ക് ഫീൽ ആകുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ടെൻഷൻ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സന്തോഷം വേണം, പക്ഷേ എലോൺ ആയിട്ടുള്ള അവസ്ഥ, ആ ഒരു ഫീലിങ്ങുമാണ് ഇപ്പോൾ നിങ്ങൾക്ക്. അതായത് ഒരു വ്യക്തി ഫ്യൂച്ചറിൽ സന്തോഷം ആഗ്രഹിക്കുന്നു, പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി ഒറ്റപ്പെടലാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വ്യക്തി ഫ്യൂച്ചറിൽ സന്തോഷം ആഗ്രഹിക്കണം? അങ്ങനെ ഒരിക്കലും ആ ഒരു സ്ഥിതി ഒരിക്കലും നല്ലതല്ല. ഇപ്പോഴുള്ള ആ ഒരു സ്ഥിതിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നേ പറ്റത്തുള്ളൂ. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു സ്ഥിതി ആയിരിക്കത്തില്ല, അത് നിങ്ങൾ മനസ്സിലാക്കൂ. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ലഭിക്കാൻ പോകുന്നത് അതിന് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹീലിംഗ് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവണം. സമയം ഈ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഹീലിംഗ് അത്യാവശ്യമാണ്. നിങ്ങളത് ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ പിന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഹീലിംഗ് ലഭിക്കണമെന്നില്ല. ഈ ഒരു സമയം നിങ്ങളുടെ ഹൃദയം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനാണ് കൂടുതലായിട്ട് വാല്യൂ ഈശ്വരൻ കൊടുക്കുന്നത്. നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നു ഒരു ഹീലിംഗ് എങ്കിൽ ആ ഒരു ഇതനുസരിച്ച് ഒരു ഹീലിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നത് ഒറ്റപ്പെടലാണ് എങ്കിൽ ഒറ്റപ്പെടലായിരിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഹീലിംഗ് ആഗ്രഹിക്കൂ. നിങ്ങളുടെ ആ ഒരു ഹീലിംഗിന് വേണ്ടി നിങ്ങൾ തയ്യാറാണ് എന്ന് ഈശ്വരനോട് നിങ്ങൾ പറയൂ, യൂണിവേഴ്സിനോട് പറയൂ. കാരണം ഈ ഒരു സമയം നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് എന്താണോ പറയുന്നത് അതിനാണ് കൂടുതലായിട്ട് വാല്യൂ. അപ്പോൾ ഈ ഒരു ഹീലിംഗ് ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ എനർജി എങ്ങനെയെന്ന് വെച്ചാൽ രാവിലെ ഒരു വ്യക്തി എണീച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഫീൽ ആവത്തില്ലേ? മൈൻഡും ഹൃദയവും മനസ്സും എല്ലാം ഒരു ഫ്രഷ്നെസ് തോന്നില്ല. അതേപോലെ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതായത് ഒരു സമയം എന്ത് ജോലി ചെയ്യണം, ഒരു സമയം എന്ത് ജോലി ചെയ്യാതിരിക്കണം, അങ്ങനെ എല്ലാ കാര്യവും നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു റീഫ്രഷ് ആയിട്ടുള്ള എനർജി, അങ്ങനെ ഒരു എനർജിയിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയും നിങ്ങൾക്ക് അടുത്തിനി ഉണ്ടാവാൻ പോകുന്ന ആ ഒരു എനർജിയും തമ്മിൽ രാത്രിയും പകലിൻ്റെയും വ്യത്യാസമുണ്ട്. കാരണം നിങ്ങളിങ്ങനെ എലോണായിട്ടിരിക്കേണ്ട ആളല്ല. നിങ്ങൾ എല്ലാം കൃത്യസമയത്ത് ചെയ്ത് എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് പോസിറ്റീവായിട്ടിരിക്കുന്ന ആ ഒരു എനർജിയിലിരിക്കേണ്ട ആളാണ്. അപ്പോൾ ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വരാൻ സാധിക്കും. ഇവിടെ ഈ ഒരു എനർജിയിൽ നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോയി അതിൽ നിന്ന് പുറത്ത് വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ സെക്കൻഡ് പറഞ്ഞ ആ ഒരു എനർജി, ഒരു റീഫ്രഷ്, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ദിവസത്തിൻ്റെ ആ ഒരു തുടക്കം പോലെ നിങ്ങൾക്ക് ആവാൻ സാധിക്കുന്നതാണ്. കാരണം ഏഞ്ചലിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഇതിൽ നിന്ന് എലോൺ ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി നിങ്ങളെ ഏഞ്ചൽസ് സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും.
ചിലപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ നിന്ന് പുറത്തു വരാൻ ഏതെങ്കിലും വ്യക്തികളായിരിക്കാം നിങ്ങളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും റീഡിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈനിലൂടെയോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നിങ്ങൾക്കൊരു ഹീലിംഗ് ലഭിക്കും. അപ്പോൾ എന്തായിക്കൊള്ളട്ടെ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഇവിടെ റീഡിങ്ങിൽ ഗൈഡൻസ് വരുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും ഇങ്ങനൊരു എനർജിയിൽ ഇരിക്കാൻ പാടില്ല. അക്സെപ്റ്റ് ചെയ്യുന്ന മോഡിൽ ഇരിക്കുക, സ്വീകരിക്കേണ്ട മോഡിൽ ഇരിക്കാനാണ് പറയുന്നത് എപ്പോഴും. ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് സമയം നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാക്കുന്നത്. ഇവിടെ ദൈവം നിങ്ങളെ എന്തിനാണ് ഹീൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് സന്തോഷം ലഭിക്കാൻ, നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ എപ്പോഴും ദുഃഖമുള്ള ആ ഒരു ഭാവം മാറി സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഹീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓരോ ഒരു ആഘോഷവും ആഘോഷിക്കാനുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഇവിടെ ദൈവം നിങ്ങൾക്ക് പല രീതിയിലുമുള്ള ആ ഒരു ആശീർവാദങ്ങൾ തരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ, ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണമെന്നാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം പൂർണ്ണമാകണം, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം പൂർണ്ണമാകണം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം പൂർത്തിയാക്കി തരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൽ ചിലപ്പോൾ ബിലീവ് ഉണ്ടാവത്തില്ല. പക്ഷേ സാക്ഷാൽ ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അത് നിങ്ങൾ അപ്പോൾ വിശ്വസിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ ബ്രഹ്മാണ്ഡം ആ ഒരു ശക്തിയാൽ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുക തന്നെ ചെയ്യും. നിങ്ങൾ ഉറപ്പായിട്ടും ആശ്ചര്യപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലുണ്ടാകുന്ന ആ ഒരു മാറ്റം കണ്ട്. നിങ്ങളുടെ ലൈഫിൽ സഡനായിട്ട് ഹാപ്പിനെസ് വരുന്നതാണ്. കാരണം നിങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ട് ആ ഒരു ഹാപ്പിനെസ്. ഇത്രയും നാൾ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നു, ഇനി നിങ്ങൾ ചിരിക്കാൻ പോവുകയാണ്. ഒത്തിരി ദുഃഖങ്ങൾ സഹിച്ച ആൾക്കാരാണ് നിങ്ങൾ. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി ദുഃഖങ്ങൾ. ഇനി അങ്ങനെയുള്ള ദുഃഖങ്ങൾ വേറെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നിങ്ങൾ പറയുന്നത്. അത്രയ്ക്ക് നല്ലൊരു ശുദ്ധ മനസ്സിൻ്റെ ഉടമയാണ്. വളരെ പരിശുദ്ധമായിട്ടുള്ള ആത്മാവാണ് നിങ്ങൾ. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഫ്രസ്ട്രേറ്റ് ആവരുത്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ട്. ഇവിടെ നിങ്ങൾ ഒരിക്കലും ദുഃഖത്തിലാവരുത്. ഇപ്പോൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവം നിങ്ങളുടെ തലയിൽ കൈവച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കരുത്. ഇവിടെ ദൈവം നിങ്ങളോട് തലയിൽ വെച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങളുടെ എല്ലാ വേദനകളുടെയും ദിവസം കഴിഞ്ഞു പോയി. ഇനി നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ് വരാൻ പോകുന്നത് എന്നാണ്. കൂടാതെ ദൈവം പറയുന്നത്, ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും നിങ്ങൾ വേണ്ട എന്ന് വച്ചിട്ടുണ്ടായിട്ടുണ്ടാവും ലൈഫിൽ, അതുപോലും ഇനി നടക്കുന്നതാണ്. അതായത് ഒരു അമ്മയുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടത്തില്ല, അതേപോലെ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഫീലാകുകയും ചെയ്യുന്നതാണ്. ഇവിടെ വരാൻ പോകുന്ന സമയം ഭദ്രകാളി ദേവിയോട് നിങ്ങൾക്കുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. കാരണം അമ്മ ന്യായം ചെയ്യുന്ന ദേവിയാണ്. കാരണം നിങ്ങളുടെ കൂടെ ആരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ ന്യായം പ്രവർത്തിക്കുന്നത് അമ്മയുടെ ആ ഒരു ശക്തിയാണ്. ഇവിടെ ഒരു വ്യക്തിയോട് മറ്റൊരു വ്യക്തി 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 4 പ്രാവശ്യം, 5 പ്രാവശ്യം ചെയ്തു. അവർ ക്ഷമിച്ച് പോയി. പിന്നെയും അത് തന്നെ ആവർത്തിക്കുമ്പോൾ അമ്മ ഒരിക്കലും സഹിക്കത്തില്ല. കാരണം മറ്റൊരു വ്യക്തിയുടെ ഇമോഷൻസിന് ഒരു വാല്യൂവും കൊടുക്കാതെ അവരെ വീണ്ടും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഒരിക്കലും ദേവിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ദേവി അവർക്ക് മനസ്സിലാക്കി കൊടുക്കും, നിങ്ങൾക്കും അതേ സെയിം സിറ്റുവേഷനിൽ വരുമ്പോൾ എന്തുമാത്രം വേദനയാണ് ഉണ്ടാവുന്നത് എന്ന് ദേവി മനസ്സിലാക്കി കൊടുക്കും. അതായത് സ്വയം അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഒരു ബ്രഹ്മാണ്ഡം അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് മറ്റൊരാളുടെ വേദനയെന്ന്. ഈ ഒരു ബ്രഹ്മാണ്ഡത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതിയുടെ രൂപം എന്ന് പറയുന്നത് സൗമ്യവുമാണ്, വളരെ ഘോരവുമായിട്ടുള്ള രൂപമാണ്. അതായത് വളരെ വികൃതവുമായിട്ടുള്ള രൂപമാണ്. അതായത് മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോഴാണ് പ്രകൃതി ആ രൂപത്തിൽ വരുന്നത്. അല്ലാത്തപ്പോൾ നല്ല സൗമ്യഭാവമാണ്. അതായത് അമ്മയുടെ ഭാവം കണ്ടിട്ടില്ലേ? ഭഗവതി അമ്മ എന്ത് ശാന്ത സ്വരൂപിണിയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഭദ്രകാളി അമ്മയാണെങ്കിലോ ഘോരരൂപിണിയായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നിങ്ങളോട് ദൈവം പറയുന്നത്, നിങ്ങൾ ശാന്തമായിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും. നിങ്ങൾക്ക് ഒരു രീതിയിലുമുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല. ഇവിടെ ഈശ്വരൻ്റെ കൃപ നിങ്ങൾക്ക് അത്രമാത്രം ലഭിക്കാൻ പോവുകയാണ്. ആ ഒരു കൃപ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ആഗ്രഹങ്ങൾ പോലും പൂർത്തിയാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സ് തോന്നുന്നു ഭദ്രകാളി അമ്മയെ പോയി തൊഴണം, അപ്പോഴെല്ലാം പോയി തൊഴുക അമ്മേ.
ഇനി ഭദ്രകാളി അമ്മയുടെ കോവിലിൽ പോകാൻ പറ്റത്തില്ല, ദൂരെയാണ് അമ്മയുടെ കോവിലെങ്കിൽ അമ്മയുടെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് ഇമേജിൽ വയ്ക്കുക. അവിടെ ആ ഒരു ഇമേജ് നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെ പ്രത്യേകിച്ച് അമാവാസിയുടെ ദിവസം നിങ്ങൾ കാളിയമ്മയുടെ ദർശനം ചെയ്യുന്നത് നല്ലതാണ്. കുറച്ച് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു നൈവേദ്യം ഉണ്ട്. ഭദ്രകാളിയമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടമുള്ള നൈവേദ്യം ശർക്കര കൊണ്ടുള്ള പായസം. അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അത് അർപ്പിച്ചിട്ട് വരിക. അത് ചീട്ടാക്കാൻ പറ്റുമല്ലോ. ഭദ്രകാളി അമ്മയ്ക്ക് ഇഷ്ടമുള്ള നൈവേദ്യം അത് കടും പായസമായിരിക്കാം. ചില കോവിലിൽ കടും പായസം ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്. അപ്പോൾ കടും പായസം നിങ്ങൾ അപ്പം ചീട്ടാക്കിയിട്ട് വരിക. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് 9 ഗ്രാമ്പൂവും 1 കർപ്പൂരവും വച്ച് കത്തിച്ചിട്ട് ആ ഒരു പുക വീട്ടിന് ചുറ്റും വീട്ടിനകത്തും എല്ലാം ഇടുന്ന ആ ഒരു പുക വരുന്നത് നെഗറ്റിവിറ്റിയെ കളയാൻ സഹായിക്കും. അതായത് ഈ ഒരു 9 ഗ്രാമ്പൂവും 1 കർപ്പൂരത്തിൻ്റെ പീസ് ഒരുമിച്ച് കത്തിക്കുക. എന്നിട്ട് ആ പുക വീട്ടിനകത്തൊക്കെ നല്ല രീതിയിൽ വരുന്ന രീതിയിൽ ആ പുക കൊള്ളിപ്പിക്കുക. കാരണം നിങ്ങളുടെ ശത്രുക്കൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ ദ്രോഹിക്കാൻ എടുക്കുന്ന ദിവസം അമാവാസി ദിവസമാണ്. അപ്പോൾ ആ ദിവസം നിങ്ങൾ ഭദ്രകാളി കോവിലിൽ പോയിട്ട് വന്നിട്ട് ഈ ഒരു കാര്യം കൂടെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഒന്നും തന്നെ വരാതെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ അമ്മയുടെ കിട്ടും. ഇനി നിങ്ങൾക്ക് സ്റ്റാർ കാണാൻ പറ്റും. സ്റ്റാർ ആകാശത്തിലാണ് കാണുന്നത് രാത്രി. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇമേജ് ത്രൂ, വീഡിയോ ത്രൂ നിങ്ങൾക്ക് സ്റ്റാർ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒത്തിരി സ്റ്റാറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹം പൂർണ്ണമാകാൻ പോകുകയാണ് എന്ന്. ഈ ഒരു ആഗ്രഹമാണ്. ഈ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഒത്തിരി നെഗറ്റീവ് ശക്തികളോട് നിങ്ങൾ ഫൈറ്റ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങളുടെ ഒരു ആശീർവാദമായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഈ ഒരു ആഗ്രഹം പൂർണ്ണമാകുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ്, ഏറ്റവും വലിയ മിറാക്കിളാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില സമയം നിങ്ങളുടെ ആ ഒരു എനർജി സന്തോഷത്തെ സ്വീകരിക്കാൻ തയ്യാറല്ല. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുകയാണ്. മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുമുള്ള ആൻസർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഇതൊക്കെ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ മണ്ണിൽ ചമണം പൊട്ടി ഇരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ ആത്മാവിനോട് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഒരിക്കലും ചപ്പലിട്ടുകൊണ്ട് വീടിനകത്ത് നടക്കരുത്. ചപ്പലില്ലാതെ വീട്ടിൽ നടക്കാൻ ശ്രമിക്കുക. അതായത് കുറച്ച് സമയത്തെങ്കിലും ചെരുപ്പിടാതെ വീട്ടിൽ നടക്കാൻ ശ്രമിക്കാനാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളുണ്ട്, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും വീട്ടിൻ്റെ ടെറസിലാകട്ടെ, ഗാർഡനിലാകട്ടെ, വീടിൻ്റെ അകത്താവട്ടെ കുറച്ച് സമയത്തേക്ക് ചെരുപ്പിടാതെ നടക്കുക. കാരണം നമ്മൾ എത്രത്തോളം പ്രകൃതിയുമായിട്ട് കണക്റ്റ് ആകുമോ അത്രത്തോളം പ്രകൃതി നമ്മളുമായിട്ടും കണക്റ്റ് ആകും. കൂടെ നമ്മുടെ ആ ഒരു ഊർജ്ജവും ബാലൻസിൽ വരും. നമ്മുടെ നെഗറ്റിവിറ്റി ഇല്ലാതെ പോസിറ്റിവിറ്റി വരും നമുക്ക്. ഇവിടെ ഈ ഒരു സ്റ്റാറിൻ്റെ എനർജി നിങ്ങളെ സെലിബ്രേഷന് വേണ്ടി തയ്യാറാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ നിങ്ങളുടെ കൂടെ ഒരു വലിയ ന്യായം ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ സമയമാകുമ്പോൾ ബ്ലൂ ഓർ ബ്ലാക്ക് ചിത്രശലഭം നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ സമയം നിങ്ങളോട് പറയുകയാണ്, സമയത്തിനനുസരിച്ച് നിങ്ങൾ മാറണമെന്ന്. നിങ്ങളത് ചെയ്യാതെ ഇരിക്കുകയാണ് എങ്കിൽ സമയം നിങ്ങളെ മാറ്റുന്നതാണ്. ഒരു വിക്ടറിയാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്ന സമയം പറയുന്നത് കേട്ട് നിങ്ങൾ മാറിയാൽ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു വിജയം വേറെ ആർക്കും ലഭിച്ചിട്ടുണ്ടാവില്ല. ആ രീതിയിലുള്ള വിജയമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് അത്രമാത്രം നല്ലൊരു ലൈഫായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അടുത്തുള്ള ആൾക്കാർക്ക് പോലും ഇത്രയും നല്ലൊരു ലൈഫ് ഉണ്ടാകത്തില്ല. ആ രീതിയിലുള്ള ലൈഫായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ആൾക്കാർ നിങ്ങളെ ഐഡിയലായിട്ട് കാണുകയും ചെയ്യുന്നതാണ്. ഇവിടെ സമയം എത്ര തന്നെ സംഘർഷങ്ങൾ നിങ്ങൾക്ക് തന്നാലും നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു നല്ല ജീവിതത്തിന് നിങ്ങൾ ദൈവത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അങ്ങനെ എന്തോ നിങ്ങൾക്ക് പ്രാപ്തമാകും. അത് നിങ്ങളെ ഏറ്റവും മുകളിലേക്ക്, എല്ലാവരെയും കാട്ടി മുകളിലേക്ക് കൊണ്ടെത്തിക്കും. നിങ്ങളെ ആൾക്കാർ ഐഡിയലായിട്ട് മാറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ സെൻട്രൽ വരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഓരോ റീഡിങ്ങിലും ഞാൻ ഈ ഒരു കാര്യം പറയും, നിങ്ങൾ സെൻട്രൽ വരുമെന്ന്. അങ്ങനെ നടക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഇമേജ് നല്ലതാവുന്നതാണ്. ആൾക്കാർ നിങ്ങളിൽ കൂടുതൽ പ്രഭാവിതരായി മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഒത്തിരി നെയിം ഫെയിം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നും. അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു വിക്ടറി വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് ഇവിടെ റീഡിങ്ങിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് വലിയൊരു വിക്ടറിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ പ്രൊഡക്ഷനാണ്. ഇതൊരിക്കലും കുറേ വർഷങ്ങൾക്ക് ശേഷമല്ല ലഭിക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിക്ടറി ലഭിക്കുന്നതാണ്. കാരണം വിക്ടറി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ ശ്രമിക്കുക. നിങ്ങൾ സ്വയം ഹീലാവുക. ദൈവം എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ ഹീലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക. ഈ ഒറ്റപ്പെട്ടൽ അത് മാറ്റുക നിങ്ങൾ. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.